പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കേരളത്തിലും ഇന്ധന ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. യുദ്ധം ദീർഘിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനും കപ്പൽ ഗതാഗത ചെലവും ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇതോടെ രാജ്യത്തെ ഇറക്കുമതി ചെലവ് കൂടുകയും പണപ്പെരുപ്പത്തിൽ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യാം. എന്നാൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നത് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധന കരുതൽ ശേഖരം നിലവിലുണ്ട്. ലോകത്ത് മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ ലോകത്തിലെ നാലാമത്തെ വലിയ റിഫൈനിംഗ് ശേഷിയുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും ഇന്ത്യ മുൻനിരയിലാണ്. ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് കടലിടുക്ക് തടസ്സപ്പെടുത്തിയെന്ന വാർത്തകൾ വന്നതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഗതാഗതം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ലോക ക്രൂഡ് കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള വിപണിയെ ബാധിക്കും. ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പങ്കുള്ളതിനാൽ സ്വാഭാവികമായും ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ദിവസേനയും മണിക്കൂറും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് ഒരാഴ്ച മുതൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾ നേരിടാൻ മതിയായ റിസർവ് ഇന്ത്യക്കുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖര കേന്ദ്രങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും അവ ഉപയോഗിക്കാൻ തയ്യാറാണെന്നും അധികൃതർ പറയുന്നു. 2025 മാർച്ച് 31 വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യ $137 ബില്യൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നടത്തി. 2025 ഏപ്രിൽ മുതൽ 2026 ജനുവരി വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ ആദ്യ 10 മാസങ്ങളിൽ മാത്രം 206.3 മില്യൺ ടൺ ക്രൂഡ് ഓയിലാണ് വാങ്ങിയത്. ഇതിനായി $100.4 ബില്യൺ ചിലവഴിച്ചത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകത ഇത്രത്തോളം ഇറക്കുമതിയോട് ആശ്രിതമാണെന്നതിന്റെ തെളിവാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ശക്തമാകുന്നതിന് മുൻപേ തന്നെ ഇന്ത്യ LPG ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. സൗദിയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ സംബന്ധമായ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഏകദേശം 1,20,000 ടൺ LPG കുറവുണ്ടായി. എന്നാൽ ഖത്തർ, UAE മറ്റ് ആഗോള വിതരണക്കാരുമായി ബന്ധപ്പെട്ട് കുറവ് നികത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ പെട്രോൾ, ഡീസൽ, LPG വില വർദ്ധിക്കാൻ സാധ്യത. ഗതാഗത ചെലവ് കൂടുന്നതോടെ സാധനങ്ങളുടെ വിലയിൽ വർധന, സർക്കാരിന് സബ്സിഡി ഭാരം കൂടാനുള്ള സാധ്യത, രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദം എന്നിവ ദീർഘകാല പ്രത്യാഘാതങ്ങളാണ്. എന്നിരുന്നാലും ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇറക്കുമതി ഉറവിടങ്ങളിൽ വൈവിധ്യം കൊണ്ടുവന്നിട്ടുണ്ട്. റഷ്യ, US, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചതോടെ ഗൾഫ് മേഖലയോടുള്ള പൂർണ്ണ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ആഗോള വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ അവസ്ഥയിൽ ഇന്ത്യയിൽ തൽക്കാലം ഇന്ധനക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ വിലവർധനയും സാമ്പത്തിക സമ്മർദ്ദവും ഒഴിവാക്കാൻ കഴിയില്ല എന്നതും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.